ഒരു ദിവസം ജയേട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അരമുറിക്കരിക്കൊത്ത മാനവ ഹൃദയം അലയാഴിയേക്കാൾ അതിനാഴം. ഇത് അറിഞ്ഞ് എന്നിട്ട് ചേട്ടൻ പറയണ, ഈ ഒരു മുറി നാളികേരത്തിൻ്റെ വലിപ്പമുള്ളൂ മനുഷ്യൻ്റെ ഹൃദയം, അലയാഴിയേക്കാൾ അതിൻ്റെ ആഴം വലുതാണ്. അതിങ്ങനെ നമുക്ക് തോന്നുന്നത്. ഒരിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജയശേട്ടനെ പറഞ്ഞു, ജയശേട്ടൻ എന്ന് പറഞ്ഞ ഒരു ഉപമ ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമായതുകൊണ്ടാണ്. ഈ നമ്മൾ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഉത്സവക്കാലമാണ്. ഈ ഉത്സവം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പൂരമാണ്. ഇന്നലെയാണ് ഉത്രാളി പൂരം കഴിഞ്ഞത്. 8 ദിവസത്തെ ഉത്സവമല്ല. ഇപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ കൂടുതൽ ഒരു ദിവസത്തെ പൂരങ്ങളാണ് അറിയാം. അപ്പോൾ ഈ പൂരത്തിനൊക്കെ ഇപ്പോൾ സ്വഭാവം മാറിയെങ്കിലും പൂരത്തിൻ്റെ അന്നൊരു ചായക്കട ഉണ്ടാവും. അന്ന് ഉച്ചയ്ക്ക് തുടങ്ങിയിട്ട് അന്ന് രാത്രി വരെ. അപ്പോൾ അവർക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഈ പൂരപ്പറമ്പുകളിലെ ചായക്കടയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഈ ചില്ല് എൻ്റെ ഒരു അലമാറി ഉണ്ടാവും. ഇതിൽ കുറേ വിഭവങ്ങളും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കടികൾ എന്ന് പറയുന്ന കഴിക്കാനുള്ള, ഇപ്പോൾ പഴംപൊരിയാണെങ്കിൽ അതിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴേ നമുക്ക് നല്ല സ്വാദും കൊതിയൊക്കെ തോന്നും. നല്ല രസമുള്ളൊരു സാധനം. ഇത് നമ്മളിതിട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ മറ്റേ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോഴേ വീണ്ടും നമുക്ക് തോന്നും അതിന് ഭംഗിയുണ്ടല്ലോ എന്ന്. ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം, പക്ഷെ അവിടെ ഇരിക്കണതിനൊരു ഭംഗിയുണ്ടല്ലോ എന്ന് നമുക്ക് വീണ്ടും തോന്നും. നമുക്ക് വീണ്ടും അതിനോട് കൊതി വരും. അതുപോലെ തന്നെയാണ് ഇത് എനിക്ക് പരിചയമുള്ള വാക്കാണല്ലോ എന്ന് തോന്നുന്ന സാധനത്തിന് എത്ര സുന്ദരമായിട്ടാണ് ഈ മനുഷ്യൻ പാട്ടിൽ വയ്ക്കുക. കല്ലുവെട്ടാങ്കുഴി, വാഴക്കോടൻ നെല്ല്, ചെക്കൻ്റെ മോറ് ചെന്താമര, ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമ്മൾ മോഹം പോത്തുപോലെ വളർന്നു. ഇത് ഇങ്ങനെയെല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്കറിയുന്ന സാധനങ്ങളെ, അത് മാത്രമല്ല അദ്ദേഹം എത്ര പെട്ടെന്നാണ് ഇപ്പോൾ ഈ ഒരു നാടിൻ്റെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടിൻ്റെ ഈ ഭൂപടല്ലേ, അത് എത്ര പെട്ടെന്ന് അദ്ദേഹം വാക്കുകൊണ്ട് വരയ്ക്കുക. ഇപ്പോൾ ഈ വള്ളുവനാട്ടിലെ സുന്ദരി പെണ്ണിന് കല്ലടിക്കോട്ടുന്ന് കല്യാണം എന്ന് പറയുന്നതിൽ ആ ഒരു കല്ലടിക്കോടൻ്റെ ചെക്കൻ്റെ ആ വാക്കുകൾ വെച്ചിട്ട് നാക്കില നിറപറ എന്നൊക്കെ പറഞ്ഞ് അതങ്ങോട്ട് വെച്ച് വരുമ്പോൾ ആ നാടിൻ്റെ കഥ മാത്രമല്ല, ആ നാടിൻ്റെ ഭൂപടം കൂടി ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ MT സാറ് മുറപ്പെണ്ണിൻ്റെ ഇതിൽ പറയുന്നുണ്ട്, കരയുന്നവിടെ അല്ല, അവിടുത്തെ ഭാസ്കരൻ മാഷ്ട പാട്ടിലൂടെ നമ്മൾ കാണുന്നതാണ് യഥാർത്ഥ നീള. ഇന്ന് പിന്നീടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ശോഭന പരമേശ്വരൻ നായരായിട്ടുള്ള ഒരു സംസാരത്തിലാണെന്ന്. പിന്നീട് ചിന്തിക്കുമ്പോൾ ഇന്നാ നീളയുടെ സ്വഭാവമൊക്കെ മാറി. ഇന്ന് ഭാസ്കരൻ മാഷ്ട കരയുന്നോ പുഴ ചിരിക്കുന്നോ എന്നുള്ളതിൽ ഇങ്ങനെ നസീർ സാറ് നടക്കുമ്പോൾ കാണുന്നതാണ് നിള എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വേറെ ഒരു അദ്ദേഹം ഒരു ഡയറക്ടറും കൂടിയായുണ്ട്. അതിലൊരു വിഷ്വൽ ലാംഗ്വേജും എല്ലാം ചേർത്ത് വെക്കുന്ന ഒരു പാട്ട്. കൽപ്പനാ ഭംഗിയൊക്കെ ഭയങ്കര. അയ്യോ, ഇന്നത്തെ തലമുറയ്ക്ക് അതൊക്കെ നഷ്ടപ്പെടുന്നുണ്ടെന്നൊരു എഴുത്തുകാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ലെ, ചില നമ്മുടെ യുവ എഴുത്തുകാർ പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് അറിയുന്ന ഭാഷയിലൂടെ എനിക്ക് എഴുതാൻ പറ്റുമെന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ഇന്നും കവിതയൊക്കെ സംഭവിക്കുന്നു. ഇപ്പോൾ എല്ലാവരും പാട്ടിൽ കവിത വേണമെന്നുള്ളതൊക്കെ വേറെ ചർച്ച. ഇന്നും കവിത സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴവില്ലിലെ വെള്ളയെ എൻ്റെ എന്നുള്ളത് ഇല്ല, നൊമ്പര പമ്പര ചുറ്റലിൽ കണ്ടോ നീ എന്ന് ചോദിക്കുമ്പോൾ മഴവില്ലിലെ വെള്ള എന്ന് പറഞ്ഞാൽ എല്ലാം കൂടിയിട്ടുള്ള ഈ 7 നിറങ്ങളുണ്ട്. അതിങ്ങനെ തിരിഞ്ഞു വരുമ്പോഴാണ് വെള്ള. അപ്പോൾ നൊമ്പര പമ്പര ചുറ്റൽ എന്ന് ചോദിക്കുമ്പോൾ ഇതിങ്ങനെ കറങ്ങുമ്പോൾ 7 നിറവും വെച്ച് കറങ്ങുന്ന സമയത്ത് അത് വെള്ളയായി കാണുകയാണ്. എൻ്റെ ഉള്ളിൽ പല നിറമുണ്ട്, പക്ഷെ ഞാനൊരു പമ്പരം പോലെ, നൊമ്പരത്തിൻ്റെ പമ്പരം പോലെ ചുറ്റുമ്പോൾ ഞാൻ ചിരിക്കുകയാണ്. ആ വെള്ളയെ നീ കണ്ടെങ്കിൽ അപ്പോൾ അത് പ്രണയമായിരിക്കാം എന്തായാലും. അപ്പോൾ അതൊരു കവിതയാണ്. അത് മോഹസിൻ പരാരി റാപ്പിൽ എഴുതിയതാ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ വേടൻ്റെയൊക്കെ പറയുമ്പോൾ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, നിറങ്ങളൊന്നുമില്ല കട്ടായം എന്ന് പറയുമ്പോൾ വളരെ സുന്ദരമായിട്ട് വളരെ സുന്ദരമായിട്ട് ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം പറയുന്നുണ്ട്.
മാത്രമല്ല ഈ കാലഘട്ടത്തിൽ മറ്റൊരു ഏകദാന ഭാഷയായിരുന്നു നമ്മൾ ഇതിലൊക്കെ ഉപയോഗിച്ചിരുന്ന പാട്ടിന്. ഇന്നിപ്പോൾ മൃദുലാദേവിയുടെയൊക്കെ പാട്ടുകൾ ഒരു പ്രത്യേക ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ പ്രത്യേക ഒരു സമുദായത്തിൻ്റെ പാട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ ആരോ ഏതോ ഷാജുമാറാണോ എന്നറിയില്ല, ഏതോ എഴുത്തുകാരൻ പറഞ്ഞത് നമുക്ക് ഈ ഭാഷ കേൾക്കുമ്പോഴേ ഇത് എൻ്റെ ഭാഷ, എൻ്റെ മലയാളമല്ല എന്ന് കേരളത്തിലെ പലരും ചിന്തിച്ചിരുന്നു. ഒരു പുതു മലയാളമായിരുന്നു. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത് വള്ളുവനാടൻ മലയാളമായി. ഞാനത് നല്ലതല്ല എന്നല്ല പറയുന്നത്. അതിൽ നിന്നൊക്കെ വിട്ടിട്ട് എല്ലാ ചെറിയ ചെറിയ കോണുകളിലുള്ളവർക്കും അവരുടെ ഭാഷ ഉപയോഗിക്കാനും അതിലുള്ള കവിത വരാനുള്ളൊരു ബഹുസ്വരത. ആ ബഹുസ്വരത എന്ന് പറയുന്നത് വലിയൊരു വാക്കാണ്. ഏകദാനത പോലെ തന്നെ പ്രിയപ്പെട്ടതാണ്. അങ്ങനെ എല്ലാ നാട്ടിൽ നിന്നുള്ള എല്ലാ ഭാഷയിൽ നിന്നുള്ള പഠിപ്പ്. നമ്മൾ കാസർഗോഡ് സിനിമ കാണുന്നില്ലേ? ഇനി രണ്ടാമത്തെ ഒരു കാര്യം, സിനിമ മാറുകയാണ്. സിനിമയിൽ ഇപ്പം അങ്ങനെയുള്ള സംഭാഷണങ്ങളുണ്ടോ? സംഭാഷണങ്ങളില്ല. സിനിമയുടെ ടെക്നിക്സ് മാറി, സിനിമയുടെ ടേക്കിങ്സ് മാറി, സിനിമയിൽ വരുന്ന കഥാപാത്രങ്ങൾ മാറി. അപ്പം ആരോ പറഞ്ഞ പോലെ ഇന്നൊരു ആനക്കാരനുണ്ടോയെന്ന്, ഇന്ന് വേറെ ഒന്നാണ്. അപ്പം അവരുടെ കഥയായിരിക്കും. പാട്ട് എന്ന് പറയുന്നത് ശരിയാണ്. ഇതൊക്കെ വരാൻ കാരണം പാട്ടിനെ നമ്മളൊക്കെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ വ്യാകുലത വരുന്നത്. അപ്പോൾ പാട്ടിൻ്റെ ഭൂമിക മാറിയിട്ടുണ്ട്. പാട്ട് കവിത പോലെ ഉണ്ടാവുന്നതൊന്നല്ല, ഒരു ചലച്ചിത്രത്തിനനുസരിച്ചുണ്ടാവുന്നതാണ്. അപ്പം അതിനനുസരിച്ച് ഒരു പാട്ടിന് രൂപപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഇപ്പോൾ വൊക്കാബുലറി കുറഞ്ഞു എന്നൊക്കെ ആകുലപ്പെടുമ്പോൾ നമ്മുടെ സംസാരത്തിലും വൊക്കാബുലറി കുറഞ്ഞിട്ടുണ്ട്. സുഹൈലിൻ്റെ പാട്ടിൽ ഇംഗ്ലീഷൊക്കെ വെച്ചിട്ട് മറ്റേ റോഡരികെ തുടിപ്പഞ്ചാരി കൊട്ടിയിലെ, അപ്പോൾ സുഹൈൽ ഒരിക്കൽ പറഞ്ഞു കേട്ടു, നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയക്കുന്ന സമയത്തുള്ള ഭാഷയുണ്ട്, ആ ഭാഷയാണ് വരുന്നത്. നമ്മുടെ ഉപയോഗത്തിലും നമ്മുടെ ഇതിലുള്ള ഇത് ഭാഷ മാറി. അപ്പം ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഇത് ഒരു സമൂഹത്തിനോട് ഏറ്റവും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അവർക്ക് ഇഷ്ടപ്പെടേണ്ടതാണ്. ഒരു ജനപ്രിയ കലാരൂപം തന്നെയാണ് പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു അതിൽ വന്നേ പറ്റൂ സിനിമ മാറുന്നത്. രണ്ടാമത്തെ കാര്യം സുരേഷ് ഏട്ടാ ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് 1973 അല്ലെങ്കിൽ 70കളിലൊക്കെ തൃശ്ശൂർ മുനിസിപ്പൽ ഇതിൻ്റെ അവിടെ ഒരു പാട്ട് കേൾക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്കിപ്പോൾ അന്നൊക്കെ റേഡിയോ ഉള്ളൂ അപൂർവമായിട്ട്, അതും ഒരു ക്ലബ്ബുകളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ഞാൻ പറയുന്ന 60കളുടെ അവസാനമോ ഒക്കെ. അപ്പോൾ റേഡിയോ ഒന്നും വാങ്ങാൻ പൈസ ഇല്ലാത്ത ആളുകളായിരിക്കും അന്ന്, എവിടെയെങ്കിലും വന്ന് റേഡിയോ. അപ്പോൾ റേഡിയോയിലും വേറൊരു കുഴപ്പമുണ്ട്, നമ്മൾ വിചാരിച്ച പാട്ട് റേഡിയോക്കാരപ്പോൾ തന്നോളണം എന്നില്ലല്ലോ ആ സമയത്ത്. അപ്പോൾ ഇവിടെ ഈ റെക്കോർഡ്സ് വെച്ചിട്ട് 48 ഇതിൻ്റെ റെക്കോർഡ് വെച്ചിട്ട് പാട്ട് കേൾപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥലം. അപ്പോൾ അവിടെ കേൾക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥി ഉണ്ടാവും, അധ്യാപകനുണ്ടാവും, ക്ലബിലുള്ളവരുണ്ടാവും, ജോലിക്കാരുണ്ടാവും, അങ്ങനെ എല്ലാവരും ഉണ്ടാവും. ഇവർ വന്ന് ഇത് കേൾക്കുമ്പോൾ പാട്ട് കേൾക്കുക അവർ വെച്ചു കൊടുക്കും. അപ്പോൾ ഈ ആളുകൾ വന്നിട്ട് ഇപ്പോൾ ഒരു ക്ലബിൽ നിന്ന് പാടാൻ അറിയുന്ന ഒരാൾ, ട്യൂണ് പഠിക്കുന്ന ഒരാളും വരി പഠിക്കുന്ന ഒരാളുമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവർ വന്നിട്ട് ട്യൂണ് പഠിക്കുന്ന ആൾ ആ ട്യൂണ് മാത്രം ശ്രദ്ധിച്ച് പഠിക്കും. പല്ലവിടെ എങ്ങനെയാണ് പല്ലവിടെ, മറ്റാൾ വരി എഴുതിയെടുക്കും, ഒരു തവണയും കൂടിയും വയ്ക്കും. എന്നിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് അവർ പാട്ട് പാടി ബാക്കിയുള്ളവരെ പഠിപ്പിക്കും. അന്ന് വേറെ മറ്റ് കാര്യങ്ങളില്ല. ഇതാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, ഇന്നത്തെ പുതിയൊരു കുട്ടിക്ക് സ്പോട്ടിഫൈ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. നാളൊരു കണക്കെടുത്ത് ഒരു മലയാള സിനിമയിൽ തന്നെ ഒരു വർഷം 700 പാട്ട്, 700 ചില്ലാനും പാട്ട് ഇറങ്ങുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒരു ദിവസം 2 പാട്ടാണ്. അന്യഭാഷയിലുണ്ട്, കൊറിയൻ ഭാഷയിലുണ്ട്. ഞാൻ ഇന്നാളൊരു വിദ്യാർത്ഥികൾ 5 മുതൽ 10 വരെയുള്ള വിദ്യാർത്ഥികളുടെ, 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ ഒരു ക്യാമ്പിന് പോയപ്പോൾ അവിടെയുള്ള 30 കുട്ടികളിൽ 32 കുട്ടികളിൽ 16 പേർക്കേ മലയാളം അറിയുള്ളൂ. അതൊരു കുറവ് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. 16 പേർക്ക് ഈ 32 പേർക്കും ഇംഗ്ലീഷ് അറിയാം. ഇതിൽ 8 പേർക്ക് കൊറിയൻ ഭാഷ വായിക്കാനും എഴുതാനും അറിയാം. അപ്പോൾ ഇപ്പോൾ കൊറിയൻ ഭാഷയിൽ പാട്ട് കേൾക്കുന്നവരുണ്ട്, ഇംഗ്ലീഷിൽ പാട്ട് കേൾക്കുന്നവർ, മലയാളം മാത്രമല്ല. ഇത്രയും പാട്ടുകൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇത് കേൾക്കണ്ടേ ഒരാൾ? അപ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഇതൊരു വിപണിയുടെ ഭാഗം കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം ഒരു ഹുക്ക് ലൈൻ, അങ്ങനെ പല പല പരീക്ഷണങ്ങളും ഉണ്ടാവും.
നമ്മൾ അങ്ങനെ കൂടി ഇതിനെ കാണണം. കാണണം ഉം. എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പക്ഷേ അത് വേറൊരു ദിശയിൽ നമ്മുടെ കുട്ടികൾ വളരുന്നുണ്ട്. ഞാനതിനെ കുട്ടികൾ മലയാളം അറിയാത്ത അങ്ങനെയും ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം മലയാളം അറിഞ്ഞില്ലെങ്കിൽ അത് മറ്റെത്ര ഭാഷകൾ അറിയുന്നു. അപ്പോൾ അതും ഒരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ നമ്മൾ ഇതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് ഒരു കാലം, ആ കാലത്തിൻ്റെ വേറൊരു കാലം, ഓരോ കാലത്തിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. എല്ലാ കാലത്തും നല്ല പാട്ടുകളും ഉണ്ടായിട്ട് എല്ലാ കാലത്തും ഇറങ്ങിയ പാട്ടുകൾ എല്ലാം നല്ലതും ആവില്ല, എല്ലാം മോശവും ആവില്ല. എല്ലാ കാലത്തും നല്ല പാട്ടുകളുണ്ടാവും, എല്ലാ കാലത്തും കവിതയുള്ള പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. അത്തരം ചില ദുഷിപ്പുകളേ ഉള്ളൂ ഇവിടെയും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതിനെ പോസിറ്റീവായിട്ട് കാണുക എന്നുള്ളത്.